Good morning. Good morning, ma'am. Good morning, ma'am. Good ma'am. Good morning, ma'am. Okay, clear ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? Okay. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഹോസ്പിറ്റൽ എത്തിക്സ് ആൻഡ് ലോ അല്ലെ ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരുന്നത്. എവിടെ വരെയാ നമ്മൾ എടുത്തു നിർത്തിയത്? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് കംപ്ലീറ്റ് ആയില്ലേ? കംപ്ലീറ്റ് ആയി. ഓക്കെ, വായിച്ചു നോക്കിയിരുന്നോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണേ. അടുത്തത് ലീഗൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ലീഗൽ റെസ്പോൺസിബിലിറ്റി അല്ലെ, നമുക്കറിയാമോ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം പ്രത്യേകിച്ചും ഒരുപാട് നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഒരു ഹോസ്പിറ്റൽ പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത്. ലീഗൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ ഈസ് എ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ. ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു പൊതുസ്ഥാപനമാണ് അല്ലെ. എല്ലാ ആളുകൾക്കും നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള എന്തൊരു കാര്യങ്ങൾക്ക് വേണ്ടിയും സമീപിക്കാൻ പറ്റുന്ന ഒരു പൊതുസ്ഥാപനമാണ് ഹോസ്പിറ്റൽ. സോ ഡീൽസ് വിത്ത് ലൈഫ് ആൻഡ് ഡെത്ത് അല്ലെ. ഹോസ്പിറ്റൽ കൈകാര്യം ചെയ്യുന്ന എന്താ? ജീവിതവും മരണവും കൈകാര്യം ചെയ്യുന്ന ഒരു കേന്ദ്രമാണ് ഹോസ്പിറ്റൽ അല്ലെ. ആൻഡ് ഹെൻസ് ക്യാരീസ് സ്പെസിഫൈഡ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിനകത്തും പുറത്തും ഈ പറയുന്ന പോലെ ഹോസ്പിറ്റലുകൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ടുള്ള നിർദ്ദിഷ്ടമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തങ്ങളും അതുപോലെ തന്നെ ബാധ്യതകളും ഒക്കെ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇങ്ങനെയുള്ള ലീഗൽ പരമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങള് അവര് പാലിക്കാതെ വന്നാൽ എന്താ പ്രശ്നം? അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് വഴി? ഈ പറയുന്ന നിയമപരമായിട്ടുള്ള അവരുടെ റെസ്പോൺസിബിലിറ്റീസും ബാധ്യതകളും അവര് പാലിക്കാതെ വന്നാൽ എന്താ പ്രശ്നം? ലീഗൽ നടപടികൾ നേരിടേണ്ടതായിട്ട് വരും അല്ലെ. അത് തന്നെ ഫെയിലിയർ ടു കംപ്ലൈ ഇൻവോൾവ്സ് ലീഗൽ ആക്ഷൻ അല്ലെ. ഇത് പരാജയപ്പെടുത്തുക അല്ലെങ്കിൽ ഇവർ ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പാലിക്കാൻ തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ബാധ്യസ്ഥത അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് അത് പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അവർ നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ അത് ക്ഷണിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. സോ ലീഗൽ റെസ്പോൺസിബിലിറ്റീസ് ആർ ബൗണ്ട് ടു ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് പീപ്പിൾ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ കോൺട്രാക്ട്സ് അല്ലെ. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് കരാറടിസ്ഥാനത്തിലാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് അല്ലെ. ഒരുപാട് കോൺട്രാക്ടുകളുടെ അടിസ്ഥാനത്തിൽ
പല വിഭാഗങ്ങളായിട്ട് ആളുകളെ വേർതിരിച്ച് ഡിഫറെന്റ് കാറ്റഗറി ആയി തിരിച്ച് അവരിലാണ് നമ്മൾ റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നത് അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ ഒരു വ്യക്തി മാത്രമാണോ എല്ലാ കാര്യങ്ങളും ചെയ്യാം? അല്ല, ഓരോരോ സെക്ഷനുകളായി തിരിച്ച് ആ സെക്ഷനിലുള്ള ആളുകൾക്ക് അവരുടേതായ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുന്നു അല്ലെ. ആണോ? ഓരോരുത്തർക്കും റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കും. അപ്പൊ ആ റെസ്പോൺസിബിലിറ്റി അവരാണ് വ്യക്തമായിട്ട് ചെയ്യേണ്ടത്. ഇവിടെയും അതാണ് പറയുന്നത്. The legal responsibilities are bound to different categories of people and institution by contracts. Contracts അല്ലെങ്കിൽ കരാറുകൾ മുഖേന ഡിഫറെന്റ് കാറ്റഗറിയിലുള്ള ആളുകളിലേക്കാണ്, ആളുകളുമായി ബന്ധപ്പെട്ടാണ് ഈ ലീഗൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ നിയമപരമായ ഉത്തരവാദിത്തങ്ങൾ ഹോസ്പിറ്റൽ ചെയ്യുന്നത്. സോ ബ്രീച്ച് ഓഫ് എനി കോൺട്രാക്ട് ഹെൽഡ് ദ ഹോസ്പിറ്റൽ ലീഗലി റെസ്പോൺസിബിൾ. ഈ പറയുന്ന കരാറുകാര് എന്തൊരു രീതിയിലുള്ള കോൺട്രാക്ട്സ് അല്ലെങ്കിൽ കരാറുകൾ ലംഘിച്ചാൽ, ബ്രീച്ച് ഓഫ് പറഞ്ഞാൽ ലംഘിക്കുക, കരാറ് ലംഘിക്കുക, ആ ഒരു കരാറുമായി സംബന്ധിച്ച് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ആ ഒരു കാര്യനിർവഹണം അല്ലെങ്കിൽ അവരുടെ ആ ഒരു കടമ നിർവഹിക്കുന്നില്ല എങ്കിൽ അതിന്റെ ലീഗൽ റെസ്പോൺസിബിലിറ്റി ആരുടെ തലയിലായിരിക്കും? കോൺട്രാക്ടുകാരുടെ തലയിലായിരിക്കോ? ആയിരിക്കോ? അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ നേരിടേണ്ടത് ഹോസ്പിറ്റലാണ് അല്ലെ. അപ്പൊ നോക്കിയേ, ലോസ് റിലേറ്റിംഗ് ടു മെഡിക്കൽ പ്രാക്ടീസ് ആർ ഇൻക്രീസിംഗ്ലി കംപ്ലൈന്റ്. നമുക്കറിയാം, പ്രത്യേകിച്ച് മെഡിക്കൽ പ്രാക്ടീസ് വൈദ്യപരിശീലനവുമായി ബന്ധപ്പെട്ട നിയമങ്ങള് നിർബന്ധമായിട്ടും എന്ത് ചെയ്യാണ്? പാലിക്കേണ്ടതായിട്ടുള്ളവയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറെ ബാധ്യതകളും കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത്. ദിസ് ഇസ് ഒരു ഇൻട്രഡക്ഷൻ പോലെ ഒരു ഔട്ട്ലൈൻ മാത്രമായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ലീഗൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റല്. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു പൊതു സ്ഥാപനമാണ് അല്ലെ. ഒരു പൊതു സ്ഥാപനമാണ്. അവിടെ ജനനവും മരണവും മുതലായ കാര്യങ്ങളാണ് അവിടെ കൈകാര്യം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ചില നിർദ്ദിഷ്ടമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ബാധ്യതകളുണ്ട്. അത് ഹോസ്പിറ്റൽ അകത്താണെങ്കിലും പുറത്താണെങ്കിലും അത് അവർ കൃത്യമായിട്ട് പാലിക്കേണ്ടതുമുണ്ട്. And failure to comply invites legal action. ഈ പറയുന്ന നിയമപരമായ റെസ്പോൺസിബിലിറ്റീസും ബാധ്യതകളും ഒന്നും അവർ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അവർക്ക് നിയമ നടപടികൾ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. ആ ലീഗൽ റെസ്പോൺസിബിലിറ്റീസ് പ്രധാനമായിട്ടും ഒരു ഹോസ്പിറ്റല് നേരിട്ടല്ല ചെയ്യുന്നത്. അവർ എന്ത് ചെയ്യുന്നു? കോൺട്രാക്ടുകൾ മുഖേന ഡിഫറെന്റ് കാറ്റഗറിയിലുള്ള ആളുകളിലുമായി ബന്ധപ്പെട്ടാണ് ഈ ലീഗൽ റെസ്പോൺസിബിലിറ്റീസ് അവിടെ നടപ്പിലാക്കുന്നത്. അങ്ങനെയുള്ള കോൺട്രാക്ടേഴ്സ് ഈ കരാറുമായി ബന്ധപ്പെട്ട കടമ നിർവഹിക്കാതെ വന്നാൽ അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്ടിന്റെ ലംഘനമായാൽ കൃത്യമായിട്ട് അവിടെ ലീഗൽ പരമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയും ബാധ്യതയൊന്നും പാലിക്കുന്നില്ല എങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആരെ എടുക്കേണ്ടതായിട്ട് വരും? ഹോസ്പിറ്റലാണ് ഏറ്റെടുക്കേണ്ടതായിട്ട് വരാം. അതിനനുസരിച്ച് അവർക്ക് നിയമപരമായിട്ടുള്ള നടപടികൾ നേരിടേണ്ടതായിട്ട് വരും. അതുമായി മുന്നോട്ട് പോവേണ്ടതായിട്ട് വരും. ലാസ്റ്റ് പോയിന്റിൽ പറഞ്ഞത് laws relating to medical practice are increasingly complained. നിർബന്ധമായിട്ടും ഏറ്റവും വർദ്ധിച്ച രീതിയിൽ പറയുന്ന ഹോസ്പിറ്റല് പോലെയുള്ള മെഡിക്കൽ പ്രാക്ടീസ് ചെയ്യുന്ന അവരുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയമങ്ങളുണ്ട് അല്ലെ. അപ്പൊ ആ നിയമങ്ങളെല്ലാം കൃത്യമായിട്ട് അവർ പാലിക്കണം എന്നുള്ളത് ഇപ്പോൾ ഏറ്റവും വർദ്ധിച്ചു വരുന്നൊരു ആവശ്യമാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ അവര് ഭാഗം. നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ടൈം ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ഫോർത്ത് പോയിന്റോ? ഫോർത്ത് പോയിന്റിൽ പറയുന്നത് ഫെയിലിയർ ടു കംപ്ലൈ ഇൻവൈറ്റ്സ് ലീഗൽ ആക്ഷൻ. അതായത് ഇവർ ഈ പറയുന്ന ലീഗൽ പരമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസും ബാധ്യതകളും ഒക്കെ ഉണ്ടല്ലോ, ആ നിയമപരമായിട്ടുള്ള അതൊന്നും ഇവര് പാലിക്കുന്നതിൽ ഇവര് പരാജയപ്പെട്ടു. അതായത് ഹോസ്പിറ്റല് അത് കൃത്യമായിട്ട് പാലിക്കാൻ ഹോസ്പിറ്റലിന് കഴിയാതെ വന്നു കഴിഞ്ഞാല് അവരെന്ത് ചെയ്യുന്നു? ദാറ്റ് ഇൻവൈറ്റ്സ് ലീഗൽ ആക്ഷൻ. അതായത് അവർ പാലിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ? നിയമ നടപടികൾ അവർ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം എന്നാണ് അർത്ഥം. അപ്പൊ അതിനും അവർ പാലിച്ചില്ല എങ്കിൽ നിർബന്ധമായിട്ടും അവർക്ക് എന്ത് ചെയ്യും? ലീഗൽ പരമായിട്ടുള്ള ആക്ഷൻസ് ഈ ഒരു ഹോസ്പിറ്റലിനെതിരെ ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ?
വായിച്ച് കംപ്ലീറ്റ് ആയോ? ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് ലയബിലിറ്റീസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആശുപത്രിയുടെ കുറച്ച് ബാധ്യതകളുണ്ട്, അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട കുറച്ച് ബാധ്യതകൾ അല്ലെങ്കിൽ ലയബിലിറ്റീസ്. നോക്കി എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ട കുറച്ച് ലയബിലിറ്റീസ് അല്ലെങ്കിൽ ബാധ്യതകൾ. ഫസ്റ്റ് വൺ, ടു ദ ഓണർ. ഓണറിനുള്ള ബാധ്യതയാണ് ടു ഫോളോ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ അച്ചീവിംഗ് ദ ഒബ്ജക്റ്റീവ്. ആ ഹോസ്പിറ്റലിൽ കുറെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുണ്ടാവും അല്ലെ. ഏതൊരു ഹോസ്പിറ്റലിനും കുറെ ഒബ്ജക്റ്റീവ്സ്, കുറെ ഗോൾസ്, കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരുടെ ലക്ഷ്യങ്ങളിൽ നേടിയെടുക്കുന്നതിന് വേണ്ടി കൃത്യമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും ആ ഓണർ എന്ത് ചെയ്യണം? പാലിച്ചിരിക്കണം. മനസ്സിലായോ? ഒരു ഹോസ്പിറ്റല് സ്ഥാപിക്കുക എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഹോസ്പിറ്റലില് ഇവര് അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റല് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ ഓണർ എന്ത് ചെയ്തിരിക്കണം? ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട നിയമങ്ങളും നിയന്ത്രണങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ പാലിച്ചിരിക്കണം. അതാണ് ഒന്നാമത്തെ ബാധ്യത. രണ്ടാമത്തത്, ടു ദ സ്റ്റാഫ് ടു പ്രൊവൈഡ് എ സേഫ്, ഹെൽത്തി, കൺജീനിയൽ അറ്റ്മോസ്ഫിയർ ടു വർക്ക്. അതായത് അവിടെയുള്ള ജീവനക്കാർക്ക് എന്ത് ചെയ്യണം? അവർക്ക് വർക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് അവിടെ ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വളരെ സുരക്ഷിതമായിട്ടുള്ള, ആരോഗ്യകരമായിട്ടുള്ള, അതുപോലെ സൗഹൃദപരവുമായിട്ടുള്ള ഒരു അന്തരീക്ഷം എന്ത് ചെയ്യുക? നൽകുക. എന്താണ് രണ്ടാമത്തെ പോയിന്റ്? ടു ദ സ്റ്റാഫ് ടു പ്രൊവൈഡ് എ സേഫ്, ഹെൽത്തി, കൺജീനിയൽ അറ്റ്മോസ്ഫിയർ ടു വർക്ക്. എന്താണ്? വളരെ സുരക്ഷിതവും ആരോഗ്യപരവും സൗഹൃദപരവുമായിട്ടുള്ള ഒരു പ്രവർത്തന അന്തരീക്ഷം അവിടുത്തെ ജീവനക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുക. മൂന്നാമത്തത്, സേഫ്റ്റി ഓഫ് ദ ബിൽഡിംഗ് ആൻഡ് എക്യുപ്മെന്റ് ആൻഡ് സാനിറ്ററി പ്രൊവൈഡേഴ്സ്. ആ ഒരു ബിൽഡിങ്ങിന് സുരക്ഷ ഉറപ്പുവരുത്തണം, അവിടുത്തെ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട സുരക്ഷ ഉറപ്പുവരുത്തണം. അതുപോലെ അവിടെ സാനിറ്ററി പ്രൊവൈഡേഴ്സ്, അല്ലെങ്കിൽ ഇപ്പൊ സാനിറ്റേഷൻ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെ, ശുചീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. അവരൊക്കെ കുറച്ചുകൂടി റിസ്കിലുള്ള ആളുകളല്ലേ അല്ലേ? അവരെല്ലാം ഇങ്ങനെയുള്ള തരത്തിലുള്ള വേസ്റ്റ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്നതും മറ്റുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ ശുചിത്വവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷ, ഈ സേഫ്റ്റി ഒക്കെ എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. ഇതൊക്കെ നിയമപരമായിട്ടുള്ള ആ സ്ഥാപനത്തിന്റെ ബാധ്യതകളാണ് കേട്ടോ. നാലാമത് പറയുന്നത് കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ടു സപ്ലയേഴ്സ്, സർവീസ് പ്രൊവൈഡേഴ്സ്. അതുപോലെ തന്നെ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ, നിങ്ങൾ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഒക്കെ പഠിച്ചതാണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അതിനനുസരിച്ച് സപ്ലയേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്ത് കോൺട്രാക്ടുകൾ അല്ലെങ്കിൽ കരാറുകൾ മുഖേന നമ്മൾ സാധനങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? പർച്ചേസ് ചെയ്യാറുണ്ട് അല്ലെ. സർവീസ് പ്രൊവൈഡേഴ്സ്, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സേവനങ്ങൾ നൽകുന്ന, സർവീസ് നൽകുന്ന കുറെ സേവനദാതാക്കളുമുണ്ട്. അവരുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള കരാറുകളുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള നിയമപരമായ ബാധ്യതകളൊക്കെ പാലിക്കുക. Then adding to it safety for the patient, relatives and visitors. അവിടെ വരുന്ന പേഷ്യൻസിന്റെ ആയിക്കോട്ടെ, അവരുടെ റിലേറ്റീവ്സുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, വിസിറ്റേഴ്സിന്റെ ഒക്കെ മതിയായിട്ടുള്ള സുരക്ഷ ഉറപ്പുവരുത്തുക. Then breach of legal obligation by any staff. അതായത് ഏതെങ്കിലും ഒരു സ്റ്റാഫ് ഈ പറയുന്ന പോലെ നിയമപരമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റോ അല്ലെങ്കിൽ ബാധ്യതകളോ എന്ത് ചെയ്യുന്നുണ്ട്? നിയമപരമായ ബാധ്യതയുടെ ആ ഒരു ലംഘനം നടത്തുകയാണെങ്കിൽ അത് ആരിലേക്ക് തന്നെയാണ് ആ ഒരു ബാധ്യത പിന്നെയും ചെല്ലുന്നത്? ഹോസ്പിറ്റലുകാരിലേക്കായിരിക്കും അല്ലെ. അപ്പൊ അവിടെ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു നഴ്സോ അവര് എന്തെങ്കിലും രീതിയിൽ നല്ല രീതിയിലുള്ള നിയന്ത്രണങ്ങളോ കാര്യങ്ങളോ ഏർപ്പെടുത്താതെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും അതുമായി ബന്ധപ്പെട്ട പേഷ്യൻസിനോ മറ്റാർക്കും എന്തെങ്കിലും ദോഷങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ആരുടെ ബാധ്യതയിലേക്കാണ് വരിക? ഹോസ്പിറ്റലിന്റെ ബാധ്യതയിലേക്കാണ് വരിക അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറോ നേഴ്സോ എന്തെങ്കിലും തെറ്റായ രീതിയിൽ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഒരു സർജറിയോ കാര്യങ്ങൾ നമ്മൾ കേൾക്കാറില്ല. ഒരുപാട് കേസുകൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. ഹോസ്പിറ്റലിലെ എന്തെങ്കിലും റോങ് ആയിട്ടുള്ള ചിലപ്പോൾ സർജറികൾ ചെയ്തതാവാം, അല്ലെങ്കിൽ മരുന്ന് മാറിക്കൊടുത്തതാവാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങൾ ഒരു പേഷ്യന്റിനോടോ അല്ലെങ്കിൽ അവിടെ വരുന്ന ആളുകളോടോ ചെയ്യുകയാണെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ബാധ്യത ആരിലേക്ക് തന്നെയാണ് പോകുന്നത്?
ആരിലേക്ക് പോവാ? ആ ഹോസ്പിറ്റലാണ് അത് നോക്കണ്ടേ അല്ലെ? ഹോസ്പിറ്റലിന്റെ തലയിലേക്കാണ് അത് പോവുക അല്ലെ? ആ ഒരു വ്യക്തി ചെയ്താൽ ആ ഒരു വ്യക്തിയെ മാത്രമല്ല അത് ബാധിക്കുക, അത് ആരെയും കൂടി ബാധിക്കുന്നുണ്ട്? ഹോസ്പിറ്റലിലേക്ക് കൂടി ബാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നിയമലംഘനങ്ങൾ ഇല്ലാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ലാസ്റ്റ് വരുന്ന പോയിന്റ് ആണ് മെയിൻ്റനൻസ് ലോ ഓർഡർ ആൻഡ് ആഡിക്വേറ്റ് ഫെസിലിറ്റീസ് ഫോർ പേഷ്യന്റ് കെയർ. രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട് ക്രമസമാധാന പാലനം, അതുപോലെ തന്നെ രോഗി പരിചരണത്തിന് മതിയായിട്ടുള്ള സൗകര്യങ്ങൾ മുതലായവയൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ലയബിലിറ്റീസ് ഓഫ് ദ ഹോസ്പിറ്റലിൽ പറയുന്നത് ഓണറിനോടാണ്. ഓണർ എന്താ ചെയ്യേണ്ടത്? ആ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി കൃത്യമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിക്കുക. രണ്ടാമത് പറഞ്ഞത് അവിടുത്തെ സ്റ്റാഫുകൾക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സുരക്ഷിതവും ആരോഗ്യകരവും സൗഹൃദപരവുമായിട്ടുള്ള ഒരു അന്തരീക്ഷം നൽകുക. മൂന്നാമത് പറഞ്ഞത് ബിൽഡിങ്ങിന്റെ ആയിക്കോട്ടെ, എക്യുപ്മെന്റുകൾ ഉപകരണങ്ങളുടെ ആയിക്കോട്ടെ, അതുപോലെ അവിടെ സാനിറ്റേഷനുമായി ബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്ന, ശുചീകരണ പ്രവർത്തനം ചെയ്യുന്ന തൊഴിലാളികളുടെയും ഒരു സേഫ്റ്റി അല്ലെങ്കിൽ ഒരു സുരക്ഷ ഉറപ്പുവരുത്തുക. നാലാമത് പറയുന്നത് കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ടു സപ്ലയേഴ്സ്, സർവീസ് പ്രൊവൈഡേഴ്സ്. സർവീസ് നൽകുന്നവരും സപ്ലയേഴ്സുമായി ബന്ധപ്പെട്ട കരാറുകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കരാറ് സംബന്ധിച്ചിട്ടുള്ള നിയമപരമായ വാക്കുകളെല്ലാം കൃത്യമായിട്ട് പാലിക്കുക. അഞ്ചാമത് പറയുന്നത് adequate safety for the patient, relatives and visitors. പേഷ്യൻസിന്റെയും വിസിറ്റേഴ്സിന്റെയും അതുപോലെ അവരുടെ റിലേറ്റീവ്സുമായി ബന്ധപ്പെട്ട സുരക്ഷ, മതിയായിട്ടുള്ള സുരക്ഷ ഉറപ്പുവരുത്തുക. റീച്ച് ഓഫ് ലീഗൽ ഒബ്ലിഗേഷൻ ബൈ എനി സ്റ്റാഫ്. ഏതൊരു സ്റ്റാഫെങ്കിലും അവിടെ ആ ഒരു ലീഗൽ പരമായിട്ടുള്ള ബാധ്യതകള് ലംഘിച്ചു കഴിഞ്ഞാൽ അത് ആരുടെ തലയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ബാധ്യതയിൽ തന്നെ വരും, ഹോസ്പിറ്റലുകാരുടെ ബാധ്യതയിലേക്ക് തന്നെ വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. അതുപോലെ മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ, ക്രമസമാധാന പരിപാലനം ചെയ്യുക. അല്ലെങ്കിൽ അതുപോലെ തന്നെ രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട് മതിയായിട്ടുള്ള സൗകര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ലയബിലിറ്റീസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ക്ലിയർ ആണോ? ഓക്കെ. അടുത്തതാണ് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് മെഡിക്കൽ കെയർ. മെഡിക്കൽ കെയറുമായി ബന്ധപ്പെട്ട ലീഗൽ ആസ്പെക്ട്സ് കേട്ടോ, നിയമപരമായിട്ടുള്ള കുറച്ച് വശങ്ങളുണ്ട്. അതില് ഫസ്റ്റ് വൺ ആണ് പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ. കേട്ടിട്ടുണ്ടോ? പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ കമ്മ്യൂണിക്കേഷൻ മെയ്ഡ് ബൈ എ ഡോക്ടർ ടു പ്രോപ്പർ അതോറിറ്റി. അതായത് ഡോക്ടർ ഒരു ശരിയായിട്ടുള്ള അധികാരിയോട് നടത്തുന്ന ആശയവിനിമയമാണ് പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ആര് നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ ആണ്? ഒരു ഡോക്ടർ ശരിയായിട്ടുള്ള അതോറിറ്റി അല്ലെങ്കിൽ അധികാരിയോട് ഒരു ഡോക്ടർ നടത്തുന്ന ഒരു ആശയവിനിമയമാണ് ശരിക്കും അവർ നടത്തുന്ന ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ആശയവിനിമയത്തെയാണ് പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. Who has got legal, social and moral duty to protect the public and doctor is justified to disclose the professional secret. അതായത് ഇപ്പൊ നമുക്കറിയാം ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ അതായത് കുറച്ച് ആളുകൾക്കിടയിലുള്ള ഒരു ആശയവിനിമയമാണ്. അതായത് ഇതൊരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു രഹസ്യ സ്വഭാവത്തിൽ നമ്മുടെ സീക്രട്ടുകളുണ്ട് അല്ലെ. പ്രൊഫഷണൽ പരമായിട്ട് ഇപ്പൊ ഒരു ഡോക്ടറിനോട് നമ്മൾ പറയാറുണ്ട്, പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ പഴഞ്ചൊല്ലാൻ പറയും, ഡോക്ടറോടും അതുപോലെ തന്നെ വക്കീലിനോടൊന്നും കള്ളം പറയരുത് എന്നൊക്കെ പറയൂലേ, കേട്ടിട്ടില്ലേ അങ്ങനെയൊക്കെ പറയുന്നത്? കേട്ടിട്ടില്ലേ? അപ്പൊ അതുപോലെ അതെന്തുകൊണ്ടാ പറയുന്നത്? ഒരു വക്കീലും അവരുടെ ക്ലയന്റും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ഒരു ഡോക്ടറും അവരുടെ പേഷ്യന്റും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയുള്ള റിലേഷൻഷിപ്പുകളുടെ ഇടയിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ എപ്പോഴും പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. എന്ന് വെച്ചാൽ അതൊരു പ്രൊഫഷണൽ സീക്രട്ട് ആണ്.
അതൊരു കോൺഫിഡൻഷ്യൽ ആയിട്ട് നമ്മുടെ രഹസ്യ സ്വഭാവത്തോടു കൂടി കീപ്പ് ചെയ്യേണ്ട കാര്യമാണ്. ഒരിക്കലും അത് എന്ത് ചെയ്യാൻ പാടില്ല, പബ്ലിക് ആയിട്ട് വെളിപ്പെടുത്താൻ പാടില്ല. ഇപ്പൊ ഒരു നിയമപരമായ ഒരു കേസോ കാര്യങ്ങളോ വന്നാൽ പോലും നമുക്കതൊരു ലീഗൽ പരമായിട്ട് അതൊരു എവിഡൻസ് ആയിട്ട് എടുക്കണമെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ വെളിപ്പെടുത്തണമെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അല്ലെങ്കിൽ അത് പറഞ്ഞ ആളുടെ അനുവാദം വാങ്ങിയിട്ട് വേണം. മനസ്സിലായോ? ഇപ്പൊ ഒരു ഡോക്ടറും പേഷ്യന്റും തമ്മിലൊരു ആശയവിനിമയം നടത്തുന്നു. അപ്പൊ ഒരു ഡോക്ടർമാർക്ക് ആ ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട് ചിലപ്പോ മറ്റെന്തെങ്കിലും കേസുകളോ കാര്യങ്ങളോ വന്നെന്ന് വിചാരിക്കാം. അപ്പൊ ആ ഒരു ഡോക്ടർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു പേഷ്യന്റ് പല കാര്യങ്ങളും പല സീക്രട്ടും ഈ ഡോക്ടറോട് തുറന്നു പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതൊന്നും ഒരിക്കലും ഈ ഡോക്ടറിന് എന്ത് ചെയ്യാൻ പാടില്ല, വെളിപ്പെടുത്താൻ പാടില്ല. ചില കണ്ടീഷൻസിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, വെളിപ്പെടുത്താം. അത് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അല്ലാത്ത പക്ഷം ഒരു ഡോക്ടറും പേഷ്യന്റും തമ്മിലുള്ള ആശയവിനിമയം ഒരിക്കലും മറ്റൊരാളോട് പറയാൻ പാടില്ല. എപ്പോഴാണ് പറയാൻ പറ്റുക, ആ ഡോക്ടർ ആ പേഷ്യന്റിന് അനുവാദം ചോദിച്ചിട്ട് ആ പേഷ്യന്റിന് ഓക്കെയാണ് പറഞ്ഞോളൂ എന്ന് പേഷ്യന്റ് അനുവാദം കൊടുത്താൽ അദ്ദേഹത്തിന് പറയും. അല്ല എങ്കിൽ അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് കീപ്പ് ചെയ്യേണ്ട ഒരു സീക്രട്ട് കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു നമുക്കൊരു എവിഡൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എടുക്കാൻ പറ്റില്ല. അത് എപ്പോഴാണ് എടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇത് റിവീൽ ചെയ്യാൻ പറ്റുള്ളൂ, ഓപ്പോസിറ്റ് ഉള്ള ആളുടെ സമ്മതത്തോട്. മനസ്സിലായോ എന്താണ് പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന്? മനസ്സിലാവുന്നുണ്ടോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്തേ? ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ നോക്കുന്നത് ഒരു ഡോക്ടറുടെ പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഒരു ഡോക്ടറിന് ചില സന്ദർഭങ്ങളില് അവരുടെ ഈ പറയുന്ന സീക്രട്ട് ആയിട്ട് ചില കാര്യങ്ങൾ വെക്കാൻ പറ്റില്ല അല്ലെ. എല്ലാ കാര്യങ്ങളും നമുക്ക് എപ്പോഴും സീക്രട്ട് ആയിട്ട് വെക്കാൻ പറ്റുമോ? ചില സമയങ്ങളിൽ അവർ തുറന്നു പറയേണ്ട കുറച്ച് സമയങ്ങൾ ഉണ്ടാവും അല്ലെ. എന്തൊക്കെ കേസുകളിൽ നമുക്ക് തുറന്നു പറയേണ്ടതായിട്ട് വരും ഒന്ന് പറഞ്ഞേ നിങ്ങള്. ഒരു ഡോക്ടറും പേഷ്യന്റുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഡോക്ടറിന് ചില സന്ദർഭങ്ങളിൽ അത് തുറന്നു പറയേണ്ട കണ്ടീഷൻസ് വരാറുണ്ട്. എന്തൊക്കെ കണ്ടീഷനിലായിരിക്കും? എന്തൊക്കെ കണ്ടീഷനിൽ നമുക്ക് ആലോചിച്ച് നോക്കിയേ. എന്തൊക്കെ കണ്ടീഷനിലായിരിക്കും? മെഡിക്കോ ലീഗൽ കേസുകളുമായി ബന്ധപ്പെട്ടോ, ക്രൈം കേസുകളുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പകർച്ചവ്യാധികളോ കാര്യങ്ങളോ ഉണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അത് അവർക്ക് എന്താണ് കോൺഫിഡൻഷ്യൽ ആണ്, ഞാൻ ഇത് അവരോട് പറയില്ല എന്ന് പറഞ്ഞു വെക്കാൻ പറ്റുമോ? കാരണം എന്താ, അത് ആ ഒരു കമ്മ്യൂണിറ്റിയെ അല്ലെങ്കിൽ സൊസൈറ്റിയെ ബാധിക്കുന്ന രീതിയിൽ പബ്ലിക്കിനെ സംരക്ഷിക്കുക എന്നൊരു ചുമതല കൂടി ആർക്കുണ്ട്? ഡോക്ടർക്കുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അവരുടെ പബ്ലിക് അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ലീഗൽ പരമായിട്ട് അവരുടെ സാമൂഹ്യപരമായിട്ട് മോറൽ പരമായിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ് പബ്ലിക്കിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ ആ ഒരു ഡോക്ടർ അങ്ങനെ പബ്ലിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലോ അല്ലാത്ത മറ്റെന്തെങ്കിലും കേസുകൾ വന്നാലോ ഒരു ഡോക്ടറിന് ഈ പ്രൊഫഷണൽ സീക്രട്ട് വെളിപ്പെടുത്താനായിട്ടൊരു ന്യായമുണ്ട്. അതാണ് പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷനിലൂടെ പറയുന്നത്. അപ്പൊ എപ്പോഴും ആ ഒരു ഡോക്ടറിന് അത് വെളിപ്പെടുത്താൻ പറ്റില്ല, മറിച്ച് ഇങ്ങനെയുള്ള ചില സ്പെസിഫിക് കണ്ടീഷനുകൾ വരുമ്പോൾ അദ്ദേഹത്തിന് ആ കമ്മ്യൂണിക്കേഷൻസ് ആരുമായിട്ട് നടത്താം, അതുമായി ബന്ധപ്പെട്ട അധികാരികളോട് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാം, ആശയവിനിമയത്തിലൂടെ കൈമാറാം. അപ്പൊ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ അതൊരു കോൺഫിഡൻഷ്യാലിറ്റി ആണ്, രഹസ്യ സ്വഭാവം കീപ്പ് ചെയ്യേണ്ട ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. ഈ പറയുന്ന അധികാരികളോട് മാത്രം. ഇപ്പൊ ഒരു കോർട്ടുമായി ബന്ധപ്പെട്ടാണെങ്കിൽ, ഒരു കേസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അതിലെ കോർട്ടിലെ ജഡ്ജിയുമായി ബന്ധപ്പെട്ട് മാത്രമേ അത് എന്ത് ചെയ്യാൻ പാടുള്ളൂ, റിവീൽ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെ ചില കേസുകളിൽ മാത്രമേ അവരത് റിവീൽ ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം അത് എന്ത് ചെയ്യണം, കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ നിലനിർത്തേണ്ടതായിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതിങ്ങനെ ചില ആളുകൾക്കിടയിലുള്ളതാണ്. ഒരു വക്കീലും അവരുടെ എന്താണ് ക്ലയന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാറുണ്ട് അല്ലെ. ഈ ഒരു ടേം നമ്മൾ യൂസ് ചെയ്യാറുള്ളതല്ലേ. വക്കീലിനോടും ഡോക്ടേഴ്സിനോടും ഒന്നും കള്ളം പറയാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. കണ്ടും അതിലേക്ക് കിട്ടുന്ന ടേമാണ്. അത് ശരിയാണ്. അവരോട് എന്ത് ചെയ്യരുത്, അവരോട് എന്ത് കാര്യങ്ങളും നമുക്ക് തുറന്നു പറയാം. അത് എന്തുകൊണ്ടാണ് നമുക്ക് തുറന്നു പറയാൻ പറ്റുന്നത്, അവരത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യില്ല എന്നുള്ളൊരു ഉറപ്പ് നമുക്കുള്ളത് കൊണ്ടാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഉറപ്പുള്ളത് കൊണ്ട് അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു എന്താണ്, ആ ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തെയൊക്കെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും അത് മറ്റുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അനുവാദമില്ലാതെ ഇവർക്ക് പറയാൻ പാടില്ല. അങ്ങനെ പറയേണ്ട ചില കേസുകളുണ്ട്. ആ കണ്ടീഷൻസ് ആണ് നമ്മൾ പറയുന്നത്.
എന്താന്ന് നോക്കിയ പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ. പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ കമ്മ്യൂണിക്കേഷൻ മെയ്ഡ് ബൈ എ ഡോക്ടർ ടു പ്രോപ്പർ അതോറിറ്റി. എന്ത് ചെയ്യുന്നു? ഡോക്ടർ അതിന് ശരിയായിട്ടുള്ള അധികാരിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു ആശയവിനിമയമാണ് പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ. ഹു ഹാസ് ഗോട്ട് ലീഗൽ. ഒരു ഡോക്ടറിന് എന്തൊക്കെയാണ്? നിയമപരമായിട്ടും സാമൂഹ്യപരമായിട്ടും ധാർമ്മികപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തങ്ങളുണ്ട്, ഈ ചുമതലകളുണ്ട് അല്ലെ. ടു പ്രൊട്ടക്ട് ദ പബ്ലിക്. അവരുടെ പൊതുജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഒരു ഡോക്ടറിൽ ഉള്ളത് കൊണ്ട് തന്നെ ആ ഡോക്ടർ ഇസ് ജസ്റ്റിഫൈഡ് ടു ഡിസ്ക്ലോസ് ദ പ്രൊഫഷണൽ സീക്രട്ട്. അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? ചില സമയങ്ങളിൽ അവരുടെ പ്രൊഫഷണൽ സീക്രട്ട് അല്ലെങ്കിൽ രഹസ്യങ്ങൾ എന്ത് ചെയ്യണം? തുറന്നു പറയാനായിട്ടുള്ളൊരു ന്യായം അവർക്കുണ്ടായിരിക്കും. Then the conditions in which the privileged secret can be communicated are. ഏതൊക്കെ അവസ്ഥയിൽ അല്ലെങ്കിൽ ഏതൊക്കെ വ്യവസ്ഥകളിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടീഷൻസിലാണ് ഈ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഈ സീക്രട്ട് അല്ലെങ്കിൽ ഈ ഒരു രഹസ്യം നമുക്ക് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്? അതിലൊന്നാമത്തത് ആസ് എ വിറ്റ്നസ് ഇൻ ദ കോർട്ട് ഓൺ ഡയറക്ഷൻ. കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു വിറ്റ്നസ് ആയിട്ടിരിക്കുമ്പോൾ, അതായത് ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു സാക്ഷി അല്ലെ, ഒരു കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു സാക്ഷിയാവുമ്പോൾ അവർ തുറന്നു പറയണ്ടേ? ഡോക്ടർ പറയാണ് ഞാൻ പറയില്ല, എന്റെ പേഷ്യന്റ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? അല്ല. ഒരു സാക്ഷിയായിട്ട് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു സാക്ഷിയായി ഇവര് ഹാജരാകുമ്പോൾ അവരെന്ത് കാര്യവും തുറന്നു പറയേണ്ടതായിട്ട് വരും. അപ്പൊ ഞാൻ എന്റെ പേഷ്യന്റിനോട് ചോദിച്ചിട്ട് അവരുടെ അനുവാദം വാങ്ങിയിട്ട് പറയുള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല അല്ലെ. ആ ഒരു കോടതിയുടെ നിർദ്ദേശപ്രകാരം അവർ വിറ്റ്നസ് ആയിട്ട് സാക്ഷിയായിട്ട് വന്നാൽ അവരെന്തും തുറന്നു പറയും. രണ്ടാമത്തത് മോറൽ ഓർ സോഷ്യൽ ഡ്യൂട്ടി ടു ദ പബ്ലിക്. നമ്മുടെ പബ്ലിക്കിനോട് ഒരു ധാർമ്മികപരവും സാമൂഹ്യപരമായ ഒരു ചുമതല ഉള്ളത് കൊണ്ട്. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഒരു ഡിസീസ് വന്നു, ഒരു സംക്രമിക രോഗം അല്ലെങ്കിൽ ഒരു പകർച്ചവ്യാധി വന്നു ഒരു വ്യക്തിക്ക്. അങ്ങനെ ഒരു പകർച്ചവ്യാധിയുള്ള ഒരു രോഗമുണ്ട്, രോഗനിർണയം നടത്തിയപ്പോൾ അല്ലെങ്കിൽ ആ ഒരു രോഗി കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോ പറയാണ് എനിക്ക് ഇന്നൊരു രോഗമുണ്ട് ഡോക്ടറെ എന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവരെ ബാധിക്കുന്നതാണെങ്കിൽ ഈ ഡോക്ടർ മിണ്ടാതിരിക്കാൻ പറ്റുമോ? പറ്റുമോ? ഒരുപാട് പേരെ ബാധിക്കുന്ന ഒരു രോഗമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം എന്ത് ചെയ്യണം? അതിന് അധികാരപ്പെട്ട ആളുകളെ അത് അറിയിക്കണം അല്ലെ. കാരണം പബ്ലിക്കിനോട് അദ്ദേഹത്തിന് ഒരു ഡ്യൂട്ടി ഉണ്ട്. അത് ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അവരത് കളയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മോറൽ ആൻഡ് സോഷ്യൽ ഡ്യൂട്ടി അല്ലെ, നിയമപരമായിട്ടും സാമൂഹ്യപരമായിട്ടും ധാർമ്മികപരമായിട്ടുള്ള സമൂഹത്തിനോടുള്ള ഒരു കടമ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറയേണ്ടതായിട്ട് വരും. അതുപോലെ സേഫ് ഗാർഡിംഗ് ഹിസ് ഓൺ ഇൻട്രസ്റ്റ്. അവരുടെ സ്വയം താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി. എന്ന് വെച്ചാല് ഇപ്പൊ അവരുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു പ്രത്യേകമായിട്ടൊരു ഡോക്ടറെ അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അവരെ ഫോക്കസ് ചെയ്ത് കേസുകളൊക്കെ കൊടുക്കാറില്ല ഒരാളുകള് ഇല്ലേ? ഡോക്ടേഴ്സിനെതിരേക്ക് കേസുകൾ കൊടുക്കാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ കേസുകളോ കാര്യങ്ങളോ വരുമ്പോ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരാം? ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയേണ്ടതായിട്ട് വരാം അല്ലെ. സേഫ് ഗാർഡിംഗ് ഹിസ് ഓൺ ഇൻട്രസ്റ്റ്. അവരുടെ സ്വയം താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അവരുടെ ആ ഒരു കേസ് നേടിയെടുക്കാനും വേണ്ടിയിട്ട് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരാം? തുറന്നു പറയേണ്ടതായിട്ട് വരാം. അടുത്തത് when a servant is sent by a master for medical examination. ഇപ്പൊ ഒരാളുടെ വീട്ടില് ഒരു സെർവന്റ്, അതായത് ഒരു സെർവന്റ് നിൽക്കുന്നുണ്ട്. അപ്പൊ അവരെ ഒരു മെഡിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് അവന്റെ മാസ്റ്റർ, അതായത് അവന്റെ മുതലാളി ആരാണോ, യജമാനൻ ആരാണോ, അദ്ദേഹമാണ് അവരെ എന്ത് ചെയ്യുന്നു? മെഡിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് ആ ഒരു സെർവന്റിനെ വിടുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എല്ലാ പണവും ചെലവാക്കുന്നത് ആരാണ്? ആ മാസ്റ്റർ ആണ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? അപ്പൊ ഒരു സെർവന്റിനെ, ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു സെർവന്റ് ഉണ്ട്, നമ്മൾ ആ സെർവന്റിനെ എന്ത് ചെയ്യുന്നു? അവർക്കൊരു മെഡിക്കൽ എക്സാമിനേഷൻ നടത്താൻ വേണ്ടി നമ്മൾ വിടുന്നു. അപ്പൊ നമ്മളല്ലേ അവരുടെ ചെലവൊക്കെ എടുക്കുക അല്ലെ. അവരെ നമ്മൾ ആ ഒരു മെഡിക്കൽ എക്സാമിനേഷന് നീ പോകണം എന്ന് പറഞ്ഞ് നമ്മൾ വിടുന്നു. നമ്മൾ അവരുമായി ബന്ധപ്പെട്ട ആ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ചിലവുകളും ആ ഒരു മാസ്റ്റർ ആണ് വഹിക്കുന്നതെങ്കിൽ ആരോടാ അവരുടെ റിസൾട്ട് പറയേണ്ടത്? ആരോടാ പറയണ്ടേ? അവരുടെ കണ്ടീഷൻ, ഇനിയിപ്പോ അവർ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ മാസ്റ്ററോട് തന്നെയാണ് പറയേണ്ടത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനില് നമ്മൾ അവരുടെ ഉത്തരവാദിത്വം ആർക്കാണോ ഉള്ളത് അവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതായിട്ട് വരും. അതുപോലെ തന്നെ ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട് അല്ലെ, ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? നമ്മള് വ്യക്തമായിട്ട് അതുമായി ബന്ധപ്പെട്ട അധികാരികളെ ആ ഒരു ഡോക്ടർ അറിയിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഒരിക്കലും എന്റെ പ്രൊഫഷണൽ സീക്രട്ട് ആണ് ഞാൻ പറയില്ല എന്ന് പറഞ്ഞ് ഇരിക്കാനായിട്ട് പറ്റില്ല. ഇത്രയും വ്യവസ്ഥകളിൽ, ഇത്രയും കണ്ടീഷനുകളില് ഒരു കമ്മ്യൂണിക്കേഷൻ, അവരുടെ ഒരു പ്രിവിലേജ്ഡ് സീക്രട്ട് അല്ലെങ്കിൽ ആ ഒരു രഹസ്യം അവർക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ആ ഡോക്ടറിന്
വെളിപ്പെടുത്തേണ്ടതായിട്ട് വരും. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ മെയ്ഡ് ബൈ എ ഡോക്ടർ. ഒരു ഡോക്ടർ ഒരു അധികാരമുള്ള ഒരു അതോറിറ്റി അല്ലെങ്കിൽ ഒരു അധികാരിയോട് നടത്തുന്ന ആശയവിനിമയമാണ്. ഒരു ഡോക്ടറിന് നിയമപരമായിട്ടും സാമൂഹ്യപരമായിട്ടും ധാർമ്മികപരമായിട്ടും ഒത്തിരി ചുമതലകളുണ്ട്. അവരുടെ ഇതുപോലെ തന്നെ അവരുടെ പബ്ലിക്കിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഒരു ചുമതലയും ഒരു ഡോക്ടർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ചില സന്ദർഭങ്ങളിൽ അവർക്ക് അവരുടെ പ്രൊഫഷണൽ സീക്രട്ടുകൾ വെളിപ്പെടുത്താനായിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ന്യായം ഉണ്ടായിരിക്കും. അത് ഏതൊക്കെ കണ്ടീഷനുകളിൽ അവർക്ക് വെളിപ്പെടുത്താം എന്നതാണ് നമ്മൾ താഴെ പറഞ്ഞത്. ഒന്നാമത്തത്, ഒരു കോർട്ടിന്റെ നിയമനിർദ്ദേശപ്രകാരം ഒരു വിറ്റ്നസ് അല്ലെങ്കിൽ സാക്ഷിയായിട്ട് വരുമ്പോൾ അവർ എല്ലാ കാര്യങ്ങളും തുറന്നു പറയേണ്ടതായിട്ട് വരും. രണ്ടാമത്തത്, പബ്ലിക്കുമായി ബന്ധപ്പെട്ടവർക്ക് ധാർമ്മികപരമായും സാമൂഹ്യപരമായ ഒരു കടമയുണ്ട്. അതിന്റെ പേരിൽ ഒരു വരുന്ന പേഷ്യന്റിന് എന്തെങ്കിലും അങ്ങനത്തെ പകർച്ചവ്യാധികളോ അതുമായി ബന്ധപ്പെട്ട പബ്ലിക്കിനെ ബാധിക്കുന്ന രീതിയിൽ, പൊതുജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അവർക്ക് ബന്ധപ്പെട്ട അധികാരികളോട് തുറന്നു പറയേണ്ടതായിട്ട് വരും. ഇനി സേഫ് ഗാർഡിംഗ് ഹിസ് ഓൺ ഇൻട്രസ്റ്റ്, അവരുടെ സ്വയം താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ ഡോക്ടേഴ്സിനെതിരായിട്ടോ അല്ലെങ്കിൽ നഴ്സസിനെതിരായിട്ടോ ഒക്കെ എന്തെങ്കിലും കേസുകളോ കാര്യങ്ങളോ കൊടുത്താൽ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വയം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് തുറന്നു പറയേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഒരു സർവന്റിനെ, ഒരു മാസ്റ്റർ ആണ് ഒരു മെഡിക്കൽ എക്സാമിനേഷന് വിടുന്നതെങ്കിൽ അവിടെ എല്ലാ ചിലവുകളും ആ മാസ്റ്റർ തന്നെയാണ് ആ ഒരു എക്സാമിനേഷന് എല്ലാ രീതിയിലുള്ള ചിലവുകളും വഹിക്കുന്നതെങ്കിൽ അവരുടെ റിസൾട്ടും അവരുടെ മെഡിക്കൽ കണ്ടീഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആ ഒരു മാസ്റ്ററിനോട് തന്നെ ചിലപ്പോൾ തുറന്നു പറയേണ്ടതായിട്ട് വരാം. ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് ആശയവിനിമയത്തിലൂടെ കൈമാറുന്നതായിട്ട് വരാറുണ്ട്. വേഗം ഒന്ന് വായിച്ചു. ലീഗൽ ആസ്പെക്ട്സ് ഓഫ് മെഡിക്കൽ കെയർ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ലീഗൽ റെസ്പോൺസിബിലിറ്റീസ്, കമ്മ്യൂണിറ്റി കെയർ ആസ്പെക്ട്സ് ഓഫ് ഡോക്ടേഴ്സ്. ഒരു ഡോക്ടേഴ്സിന് അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് നിയമപരമായിട്ടുള്ള കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലെ. ആ ഉത്തരവാദിത്തങ്ങളാണ് താഴെ പറഞ്ഞിരിക്കുന്ന ഓരോ. പ്രിപ്പറേഷൻ ഓഫ് MLC. എന്താണ് MLC? എന്താണ് MLC? MLC എന്താ? മെഡിക്കോ ലീഗൽ കേസസ് അല്ലെ. മെഡിക്കോ ലീഗൽ കേസുമായി ബന്ധപ്പെട്ട കേസ് ഷീറ്റുകൾ തയ്യാറാക്കുക. അതൊരു ഡോക്ടർ അല്ലേ ചെയ്യേണ്ടത് അല്ലെ. ആ ഡോക്ടറുടെ നിയമപരമായിട്ടുള്ള ഒരു ബാധ്യതയാണ്. അതുപോലെ നോട്ടിഫിക്കേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്. ഒരു ഹോസ്പിറ്റലില് ജനനം നടന്നാലോ അല്ലെങ്കിൽ മരണം നടന്നാലോ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണം അല്ലെ. ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണ്ടേ? അതും ഒരു ഡോക്ടറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. മൂന്നാമത്തത് നോട്ടിഫിക്കേഷൻ ഓഫ് ഇൻഫെക്ഷൻസ് ഡിസീസസ് അല്ലെ. പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഡിസീസുകളോ കാര്യങ്ങളോ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ അത് ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കുക. ദെൻ നോട്ടിഫിക്കേഷൻ ഓഫ് അൺനാച്ചുറൽ ഡെത്ത്. ആ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അസാധാരണമായ അല്ലെങ്കിൽ അസ്വാഭാവികമായിട്ടുള്ള ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക. ദെൻ കണ്ടക്ടിങ് മെഡിക്കൽ എക്സാമിനേഷൻസ്, വൈദ്യ പരിശോധനകൾ നടത്തുക. ഇഷ്യൂ ഓഫ് മെഡിക്കൽ ആൻഡ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരാറില്ലേ ഡോക്ടേഴ്സ്? മെഡിക്കൽ ആൻഡ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ തരാറില്ലേ? നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ അല്ലെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ നമ്മുടെ ഡോക്ടേഴ്സിനെയാണ് സമീപിക്കുക അല്ലെ. അപ്പൊ അവരാണ് അത് നിയമപരമായിട്ട് കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തി അതനുസരിച്ചുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ തരുന്നത്. ദെൻ കണ്ടക്ടിങ് പോസ്റ്റ്മോർട്ടം.
അല്ലെ? പോസ്റ്റ്മോർട്ടങ്ങൾ നടത്തുക, നോട്ടിഫിക്കേഷൻ ഓഫ് ഓൾ ആക്സിഡന്റൽ കേസസ്. എന്തൊരു ആക്സിഡന്റുമായി ബന്ധപ്പെട്ട കേസ് വന്നാലും അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കേണ്ടത് ഒരു ഡോക്ടറുടെ കടമയാണ്. അതുപോലെ പ്രോപ്പർ കംപ്ലീഷൻ ഓഫ് കേസ് ഷീറ്റ്, മെഡിക്കൽ റെക്കോർഡുകളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഓരോ പേഷ്യൻസിന്റെയും കേസ് ഷീറ്റുകൾ ശരിയായ രീതിയിൽ പൂർത്തിയാക്കുക. ഏജ് ഡിറ്റർമിനേഷൻ ബൈ കോർട്ട് ഓർഡർ, കോർട്ട് ഓർഡറിന്റെ നിർദ്ദേശപ്രകാരം ഏജ് ഡിറ്റർമിൻ ചെയ്യുക, അതായത് പ്രായം എന്ത് ചെയ്യുക, നിർണ്ണയിക്കുക. അതൊരു കേസുകളുടെ അനുസരിച്ചാണ്. ചിലപ്പോ എന്തെങ്കിലും കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഏജോ കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കാനുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ഡോക്ടറാണ് ചെയ്യുന്നത്, ആ ഒരു കേസിനനുസരിച്ചുള്ള കാര്യങ്ങൾ. അതുപോലെ ഫർണിഷിംഗ് മെഡിക്കൽ ഒപ്പീനിയൻ ഓൺ കോർട്ട് ഡയറക്ഷൻ, കോടതിയുടെ നിർദ്ദേശപ്രകാരം എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കേസുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ഒപ്പീനിയൻസ് അവരുടെ എക്സ്പീരിയൻസിൽ നിന്നും അവർക്ക് കുറെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റുമല്ലോ, അല്ലെ? ഇപ്പൊ ഒരു കേസ് വന്നു കഴിഞ്ഞാല് അത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടർ ആണെങ്കിൽ അത് ഇന്ന രീതിയിലായിരിക്കാം എന്ന അഭിപ്രായങ്ങൾ, വിദഗ്ധ അഭിപ്രായങ്ങൾ കോടതി എന്ത് ചെയ്യും, മറ്റുള്ള ഡോക്ടേഴ്സിൽ നിന്ന് ആരായാറുണ്ട്, അല്ലെ? അങ്ങനെ എന്തെങ്കിലും കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആരാണ്, അതൊക്കെ ഇവരുടെ നിയമപരമായിട്ടുള്ള ബാധ്യതയാണ്, ഉത്തരവാദിത്തങ്ങളാണ്. അതൊക്കെ ഒരു ഡോക്ടർ പാലിക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ് ലീഗൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഡോക്ടേഴ്സിൽ പറയുന്നത്? പ്രിപ്പറേഷൻ ഓഫ് MLC, മെഡിക്കോ ലീഗൽ കേസുകളുമായി ബന്ധപ്പെട്ട കേസ് ഷീറ്റുകൾ തയ്യാറാക്കുക. ബർത്തോ ഡെത്തോ, ജനനമോ മരണമോ കാര്യങ്ങളോ നടന്നിട്ടുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക. അതുപോലെ ഇൻഫെക്ഷസ് ഡിസീസസ്, പകർച്ചവ്യാധികളുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ കൊടുക്കുക. അൺനാച്ചുറൽ ഡെത്ത്, അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങൾ സംഭവിച്ചാൽ അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ കൊടുക്കുക. മെഡിക്കൽ എക്സാമിനേഷൻസ് നടത്തുക. മെഡിക്കൽ ആൻഡ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുക. പോസ്റ്റ്മോർട്ടം നടത്തുക. നോട്ടിഫിക്കേഷൻ ഓഫ് ഓൾ ആക്സിഡന്റൽ കേസസ്, എല്ലാ ആക്സിഡന്റ് കേസുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ അറിയിപ്പുകൾ നൽകുക. പ്രോപ്പർ കംപ്ലീഷൻ ഓഫ് കേസ് ഷീറ്റ്, കേസ് ഷീറ്റുകളുമായി ബന്ധപ്പെട്ട പ്രോപ്പർ ആയിട്ട് ശരിയായ സമയത്ത് അത് പൂർത്തീകരിക്കുക. അതുപോലെ കോർട്ട് ഓർഡർ പ്രകാരം എന്താണ്, ചില കോടതിയുടെ ഉത്തരവ് പ്രകാരം എന്ത് ചെയ്യുക, ഏജ് അല്ലെങ്കിൽ പ്രായമൊക്കെ നിർണ്ണയിക്കുക. അതുപോലെ ഫർണിഷിംഗ് മെഡിക്കൽ ഒപ്പീനിയൻ ഓൺ കോർട്ട് ഡയറക്ഷൻ, കോടതിയുടെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ അഭിപ്രായങ്ങൾ, മെഡിക്കൽ പരമായിട്ടുള്ള ഒപ്പീനിയൻസ് അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ നൽകുകയും ചെയ്യുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണോ? കംപ്ലീറ്റ് ആയോ? വായിച്ച് കംപ്ലീറ്റ് ആയെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തതാണ് സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ ലോസ് ഗവേണിംഗ് മെഡിക്കൽ ആക്ട്. അതായത് മെഡിക്കൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളെ, മെഡിക്കൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന കുറേയധികം നിയമങ്ങളുണ്ട്, അല്ലെ? നമ്മുടെ ഓരോ സംസ്ഥാനത്തിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തമാണ് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ കൃത്യമായിട്ട് ഫോർമുലേറ്റ് ചെയ്യുക, അത് നടപ്പിലാക്കുക എന്നുള്ളത്. നമ്മുടെ ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒത്തിരി സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. സ്റ്റേറ്റിന്റെ നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുള്ള കുറെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളാണ് നമ്മുടെ ഈ ഒരു 11 പഠിക്കാൻ പോകുന്നത് കേട്ടോ. അതിൽ ഒന്നാമത്തത് കംപ്ലൈന്റ്സ് ഓഫ് MTP ആക്ട്, ഇതാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്. അതുപോലെ കംപ്ലൈന്റ്സ് ഓഫ് PNDT ആക്ട്. ഈ ആക്ട് കുറച്ചധികം നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ? MTP ആക്ട് പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട് ഇല്ലേ? എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടില്ലേ? ഓക്കെ, അപ്പൊ അത് തന്നെയാണ് കേട്ടോ. അതിലും കുറച്ചും കൂടി ഒരു എക്സ്പാൻഡ് ആയിട്ട് കുറച്ച് ഇയറും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെന്നുള്ളൂ കേട്ടോ. അത്ര തന്നെ അതുമായി ബന്ധപ്പെട്ട സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ബ്രീഫ് ആയിട്ട് തന്നെ പറയുന്നത് കേട്ടോ. ഒരുപാട് ലെങ്തി ആയിട്ടൊന്നുമില്ല.
അപ്പൊ അതിൽ ഓരോന്നും നമ്മൾ പഠിക്കാൻ പോവാണ്. അതുപോലെ കംപ്ലയിൻസ് ഓഫ് PNDT ആക്ട് ഉണ്ട്, കംപ്ലയിൻസ് ഓഫ് BMW ആക്ട്, ഇതൊക്കെ ഓൾറെഡി പഠിച്ചതല്ലേ. BMW ആക്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പഠിച്ചിട്ടുണ്ടല്ലോ ഇല്ലേ? ഓക്കെ. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമം. അതുതന്നെ ഇഷ്യൂസ് ഓഫ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, അത് പഠിച്ചു കാണില്ലായിരിക്കും അല്ലെ? ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വിതരണം അതുണ്ടായിരുന്നില്ലല്ലോ അല്ലെ? ദെൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആക്ട്, നമ്മുടെ അവയവമാറ്റ നിയമങ്ങള്. എല്ലാം പഠിച്ചതാണെന്നില്ല, അല്ലാത്ത കുറച്ചും ഉണ്ട് കേട്ടോ. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആക്ട്, കൃത്രിമ ബീജസങ്കലന നിയമം. കസ്റ്റഡി ഓഫ് മെന്റലി ഇൽ പേഷ്യൻസ്, മാനസിക രോഗികളുടെ എന്താണ് സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമമുണ്ട്. PNDT, സെക്സ് ഡിറ്റർമിനേഷൻ, ലിംഗനിർണയവുമായി ബന്ധപ്പെട്ട ആക്ടുകളുണ്ട്. ഫുഡ് അഡൾട്ടറേഷൻ, ഭക്ഷ്യമായം ചേർക്കൽ നിയമം. ഇത്രയും നിയമങ്ങളെ കുറിച്ച് നമ്മൾ ഇനി പഠിക്കാൻ പോവാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് കംപ്ലയിൻസ് ഓഫ് MTP ആക്ട്. എന്ന് വെച്ചാൽ എന്താ? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്. എന്ന് വെച്ചാൽ എന്താണ്? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് പഠിച്ച ആളുകളല്ലേ? എന്താണ് ആ ഒരു നിയമത്തിൽ പ്രധാനമായിട്ടും പറയുന്നേ? പറഞ്ഞേ ഒന്ന് മിസ്സിന് പറഞ്ഞാലേ, എന്താണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്? എന്താണ് അതിൽ പ്രധാനമായിട്ടും പറയുന്നത്? എന്താണ് ഇത്? കേട്ടിട്ടില്ലേ? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്. പേര് തന്നെ അറിയാലോ. എന്തിനു വേണ്ടിയുള്ള നിയമമാ? ആലോചിച്ച് നോക്കിയേ. പ്രഗ്നൻസി എന്ത് ചെയ്യുക? അബോർഷൻ അല്ലെ? അബോർട്ടിംഗ് പ്രഗ്നൻസി ആണ് അല്ലെ? അബോർഷൻ ഓഫ് പ്രഗ്നൻസി. അതെ, പെൺഭ്രൂണഹത്യ അല്ലെ? പെൺഭ്രൂണഹത്യയുമായി ബന്ധപ്പെട്ട്, ഗർഭഛിദ്രം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു പെൺഭ്രൂണഹത്യയുമായി ബന്ധപ്പെട്ട് നമ്മുടെ എന്താണ് സെക്സ് ഡിറ്റർമിനേഷനിലാണ് കൂടുതലും പറയുന്നത്. ഇവിടെ MTP ആക്ച്വലി ശരിക്കും പറയുന്നത് നമുക്ക് നിയമപരമായിട്ട് അബോർഷൻസ് നടത്താം അല്ലെ? ഇല്ലീഗലായിട്ടും ലീഗലായിട്ടും നടത്തുന്നതുണ്ട്. അപ്പൊ ഇവിടെ MTP ആക്ച്വലി പറയുന്നത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. അത് എത്ര ആഴ്ചക്കുള്ളിലാണ്? 20 ആഴ്ച വരെ അല്ലെ? ഒരു 20 ഗർഭാവസ്ഥയുടെ 20 ആഴ്ച വരെ ഗർഭം അവസാനിപ്പിക്കാനായിട്ട് ഈ ഒരു MTP ആക്ട് എന്ത് ചെയ്യുന്നുണ്ട്? അനുവദിക്കുന്നുണ്ട്. എല്ലാ ആളുകൾക്കും അനുവദിക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ അത് ലീഗലാണ്. എല്ലാ ആളുകൾക്കും അബോർഷൻസ് നടത്താനായിട്ട് ലീഗലാണ്. എങ്ങനെയുള്ളവർക്കാണ്? പ്രത്യേക കണ്ടീഷനുള്ള ആളുകൾക്കാണ് അല്ലെ? ആണോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്തെ? ആണ്. എങ്ങനെയുള്ളവർക്കായിരിക്കും? അതായത് ഇപ്പോ റേപ്പ് കേസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇല്ലേ? കേട്ടിട്ടില്ലേ നിങ്ങൾ ഇതൊക്കെ? റേപ്പ് കേസുകളുമായി ബന്ധപ്പെട്ട് ആ ഒരു പെൺകുട്ടി 18 വയസ്സിന് മുകളിലാണെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ സമ്മതപ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന അബോർഷൻസ് നടത്താം. ഇനി ആ ഒരു പെൺകുട്ടി 18 വയസ്സിന് താഴെയാണെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ ഗാർഡിയൻ ആരാണോ അവരുടെ സമ്മതപ്രകാരം നമുക്ക് അബോർഷൻ നടത്താം. ഈ നിയമത്തിന് കീഴിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ അബോർഷൻസ് നടത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പൊ ഒരു അമ്മ പ്രഗ്നന്റ് ആയി ഗർഭിണിയായി കഴിഞ്ഞാൽ ആ ഒരു സ്ത്രീയുടെ ആരോഗ്യത്തിനെയും സേവ് ചെയ്യാൻ, അതെ, ഫിസിക്കൽ ആയിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് ചിലപ്പോൾ അവർ ഫേസ് ചെയ്യേണ്ടതാണ്. അപ്പൊ ചിലപ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ദോഷം ഉണ്ടാവാം, അല്ലെങ്കിൽ അത് വളർച്ചയ്ക്ക് അനുസരിച്ച് അമ്മയുടെ ജീവൻ നമുക്ക് രക്ഷിക്കണം എന്നുള്ളൊരു കണ്ടീഷനൊക്കെ വരുമ്പോ നമുക്ക് ഇത് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ? അബോർഷൻസ് നടത്തേണ്ടതായിട്ട് വരാറുണ്ട്. ആ ഒരു ഗർഭഛിദ്രം നടത്തേണ്ടതായിട്ട് വരുന്നതിനെ ഈ ഒരു നിയമം എന്ത് ചെയ്യുന്നുണ്ട്? അനുശാസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഒരു 20 ആഴ്ച അല്ലെങ്കിൽ ഒരു 20 ആഴ്ചക്കുള്ളിലെങ്കിലും അത് നടത്തിയിരിക്കണം. കാരണം അതല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു 20 ആഴ്ചക്കുള്ളിലുള്ള പ്രഗ്നൻസി അല്ലെങ്കിൽ ആ ഒരു ഗർഭാവസ്ഥ 20 ആഴ്ചക്കുള്ളിൽ തന്നെ ആ ഒരു ഗർഭം അവസാനിപ്പിക്കുന്നതിനാണ് ഈ ഒരു നിയമം എന്ത് ചെയ്യുന്നത്? പിന്തുണ നൽകുന്നത് അല്ലെങ്കിൽ അനുവദിക്കുന്നത്. അത് പ്രത്യേകമായിട്ട് ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണർ ആയിരിക്കണം ചെയ്യേണ്ടത്. അതുപോലെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഗവൺമെന്റിന്റെ ഫെസിലിറ്റികളിൽ തന്നെ ആയിരിക്കണം ചെയ്യേണ്ടതെന്നും ഈ ഒരു നിയമം പറയുന്നുണ്ട്. അല്ലാതെ നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള അടുത്തൊന്നും പോയല്ല ചെയ്യേണ്ടത്. ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റികൾ ചെയ്യണം. ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത്. അതുപോലെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു നിയമം പറയുന്നുണ്ട്.
അതോടൊപ്പം തന്നെ ഇപ്പോ കപ്പിൾസ് ആയിട്ടുള്ളവരാണെങ്കിലും അവർ ചിലപ്പോ കോൺട്രാസെപ്റ്റീവ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവാം. പക്ഷെ അവർക്ക് ചിലപ്പോ ഒരു കുട്ടിയെ കൂടി അഫോർഡ് ചെയ്യാൻ ആവശ്യമില്ല, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു താല്പര്യം ഇല്ലാതെ ബൈ ചാൻസിലായതാണ് എന്താണെങ്കിലും ഈ ഒരു നിയമത്തിന്റെ ഒരു പരിധിയിൽ ഒരു സംരക്ഷണം കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ കംപ്ലൈന്റ്സ് ഓഫ് MTP ആക്ടിൽ പ്രധാനമായിട്ടും ഒരു 20 ആഴ്ച, ഗർഭാവസ്ഥയുടെ ഒരു ആദ്യത്തെ 20 ആഴ്ചയ്ക്കുള്ളിൽ ആ ഒരു ഗർഭം അവസാനിപ്പിക്കാനുള്ള ആ ഒരു പ്രഗ്നൻസി നമുക്കൊരു ടെർമിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവസാനിപ്പിക്കാനായിട്ട് ഈ ഒരു നിയമം അനുവദിക്കുന്നുണ്ട്. ഇനി നോക്കിയേ, ദ MTP ആക്ട് അലോസ് ഫോർ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അപ് ടു 20 weeks of pregnancy എന്നാണ്, 20 ആഴ്ചയ്ക്കുള്ളിൽ കേട്ടോ. In case termination of pregnancy is immediately necessary to save the life of the woman, അല്ലെ? അപ്പൊ ആ ഒരു സ്ത്രീയുടെ ജീവിതം അല്ലെങ്കിൽ ആ ഒരു ലൈഫ് രക്ഷിക്കണമെങ്കിൽ, ജീവൻ രക്ഷിക്കണമെങ്കിൽ ഇത് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട്, വളരെ അനിവാര്യമായിട്ട് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള കേസുകൾ ഉണ്ടാകാറുണ്ട്, അല്ലെ? പറഞ്ഞിട്ടില്ലേ, ഇപ്പൊ അമ്മയുടെയും കുഞ്ഞിന്റെയും എന്താണ് ലൈഫ് ഒരുപോലെ അപകടത്താവുന്ന കുറെ കേസുകൾ ഉണ്ടാവും. അങ്ങനെ ഈ അമ്മയുടെ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കത് അനിവാര്യമായിട്ട് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻ വന്നാൽ ദിസ് ലിമിറ്റ് ഡസ് നോട്ട് അപ്ലൈ. എന്ന് വെച്ചാല് ഈ ഒരു കേസ് അല്ലെങ്കിൽ ഈ ഒരു ലിമിറ്റ് നമുക്ക് പറയുന്നില്ല, ഈ ഒരു 20 ആഴ്ച തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കേസൊന്നും കണ്ടീഷനോ കാര്യങ്ങളോ ഇത് ബാധിക്കുന്നില്ല. കാരണം സെക്ഷൻ 5 ഓഫ് MTP ആക്ടിൽ പറയുന്ന കാര്യമാണ്, ആ ഒരു അമ്മയുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ നമുക്കിത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻ ആണെങ്കിൽ അവിടെ ഈ ഒരു നിയമത്തിന്റെ ഈ ഒരു കൃത്യമായിട്ടുള്ള ടൈം ലിമിറ്റോ കാര്യങ്ങളോ ഒന്നും ബാധിക്കുന്നില്ല. അവർക്ക് അതിൻ്റെതായ ലൈഫ് രക്ഷിക്കണമെങ്കിൽ അത് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ പിന്നെ നമുക്ക് അവിടെ ഒരു ലിമിറ്റേഷനോ കാര്യങ്ങളോ വെക്കാൻ പറ്റില്ലല്ലോ. അത് നമുക്ക് ഈ ഒരു നിയമം അവിടെ ബാധ്യമായിട്ട് അല്ലെങ്കിൽ ഒരു ബാധ്യസ്ഥതയിൽ വരുന്നില്ല, അല്ലെങ്കിൽ അവിടെ ബാധിക്കുന്നില്ല, അത് അവർക്ക് ചെയ്യാവുന്നതാണ്. Then the Medical Termination of Pregnancy Act 1971 ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് വർഷം ചോദിക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആക്ട് നമ്പർ 34 ഓഫ് 1971 1971 ആക്ട് നമ്പർ 34 എന്ന ഒരു നമ്പറിലാണ് ആ ഒരു ആക്ട്. അപ്പൊ ഒരു വർഷത്തിൽ ഇറങ്ങുന്ന ഒരു ആക്ടുകളുടെ നമ്പർ ഉണ്ടാവും, അതിൽ 34ാമത്തെ നമ്പറാണ് ഈ ഒരു ആക്ട്. അത് വന്നിരിക്കുന്ന പ്രാബല്യത്തിൽ വന്ന ദിവസമാണ് 10th August 1971. അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. 10th August 1971 1971 കേട്ടോ. 10th August 1971. Then the Medical Termination of Pregnancy Amendment Act 2002. അതായത് ഇവിടെ നമുക്ക് ഈ ഒരു മെഡിക്കൽ ഏതൊരു നിയമമാണെങ്കിലും എന്ത് ചെയ്യാറുണ്ട്, ഭേദഗതികൾ വരുത്താറുണ്ട്, അല്ലെ? ഇവിടെയും ഈ ഒരു മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അമെൻമെന്റ് ആക്ട് അല്ലെങ്കിൽ ഭേദഗതി നടത്തിയിട്ട് 2002 ഭേദഗതി നടത്തിയിരുന്നു. അപ്പൊ നമ്മൾ ഭേദഗതി നടത്തുമ്പോൾ ആ ഒരു ആക്ടിനെ അമെൻമെന്റ് ആക്ട് എന്നാ പറയുന്നത്. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ MTP ആക്ട് അമെൻമെന്റ് ആക്ട് 2002 അത് ഭേദഗതി നടത്തിയത്. അതിനുശേഷം മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി റെഗുലേഷൻസ് 2003 വന്നു. അതായത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, ദാറ്റ് ഇസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാമിലി പ്ലാനിംഗ്, എന്താ കുടുംബാസൂത്രണ വകുപ്പുമായി ബന്ധപ്പെട്ട അതിന്റെ കീഴിൽ വരുന്ന മിനിസ്ട്രി ആൻഡ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, ആ ഒരു മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാമിലി പ്ലാനിംഗ്, കുടുംബാസൂത്രണ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ വകുപ്പുമായി ബന്ധപ്പെട്ട് ഈ ഒരു നിയമം പിന്നെയും എന്ത് ചെയ്യുന്നു, ഭേദഗതി ചെയ്തു. അതിനുശേഷം അതറിയപ്പെടുന്നത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി റെഗുലേഷൻസ് 2003 എന്നാണ്. ന്യൂഡൽഹി, അതായത് 13th June April 2003 they extended to all the union territories. എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കും ഈ ഒരു നിയമം വ്യാപിപ്പിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ഉടനീളം വ്യാപിച്ചു കിടക്കുന്ന ഒരു നിയമമാണ് കേട്ടോ. ഇന്ത്യയിലെ സ്റ്റേറ്റ്സ് മാത്രമല്ല, യൂണിയൻ ടെറിട്ടറി കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് അല്ലെങ്കിൽ വ്യാപിച്ചു കിടക്കുന്നത്. അത് എന്നാണ് വന്നത്, 13th June April 2003 ആയപ്പോഴാണ് അത് യൂണിയൻ ടെറിട്ടറീസിലും കൂടി ചെയ്തത് വ്യാപിപ്പിച്ചത്. അത് എന്തിന്റെ കീഴിലാണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാമിലി പ്ലാനിംഗ്, ദ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറുമായി ബന്ധപ്പെട്ട് ഈ ഒരു നിയമം 2003 എന്ത് ചെയ്തു, ഭേദഗതി ചെയ്തു. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി റെഗുലേഷൻ എന്നാക്കി മാറ്റി. അതിൽ ഒരുപാട് നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതൽ കൊണ്ടുവരുന്നു. അതിനനുസരിച്ച് അത് എന്ത് ചെയ്യുന്നു, സ്റ്റേറ്റുകളിൽ മാത്രമല്ല യൂണിയൻ ടെറിട്ടറീസിലും കൂടി ഇത് വ്യാപിച്ചു. ഇതിന് 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കിയേണ്ടത്. ഒന്നാമത്തത് MTP Act. Dash Act allows for termination of pregnancy up to 20 weeks of pregnancy എന്ന് ചോദിച്ചാൽ ഏത് ആക്ട് ആണെന്ന് പഠിച്ചിരിക്കണം. ഏത് ആക്ട് ആണ്?
Dash Act allows for the termination of pregnancy up to 20 weeks of pregnancy എന്ന് പറഞ്ഞ ഏത് ആക്ട് MTP ആക്ട് ആണ് കേട്ടോ. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് ആണ് ഒന്നാമത്തെ ചോദ്യം ചോദിക്കാവുന്നത്. അങ്ങനെയാണ്. രണ്ടാമത്തത് ഈ പറയുന്ന പ്രഗ്നൻസി MTP മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ടിന്റെ അത് സ്ഥാപിതമായിട്ട് അല്ലെങ്കിൽ അത് പ്രാബല്യത്തിൽ വന്ന വർഷം ഏത് വർഷത്താണ് പ്രാബല്യത്തിൽ വന്നത്? അങ്ങനെയാണ് കുറച്ച് പോയിന്റ്സ് വെച്ച് പഠിച്ചാൽ മതി കേട്ടോ. ഫുള്ള് ബൈഹാർട്ടൊന്നും ചെയ്യണ്ട. 1971 ഏത് ദിവസമായിരുന്നു? ഏത് ദിവസമാണ്? 10th August 1971 കേട്ടോ. 10th August 1971 അതിൽ ആദ്യം അതുപോലെ തന്നെ അതിന്റെ മെഡിക്കൽ ടെർമിനേഷൻ അത്രയാണ് ഇതിൽ കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്നത് കേട്ടോ. ഈ മൂന്ന് കാര്യങ്ങളാണ് കൂടുതൽ ഇയർ ചോദിക്കാറുണ്ട്, ഡേറ്റ് ചോദിക്കാറുണ്ട്, ആ ആക്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചോദിക്കാറുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് കംപ്ലൈന്റ്സ് ഓഫ് MTP ആക്ടിൽ ചോദിക്കാറുള്ളത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ ഓരോ ആക്ടിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ പറഞ്ഞുതരാം. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കാം കേട്ടോ. മറ്റുള്ളവ പഠിക്കണ്ടെന്നല്ല മിസ് പറയുന്നത്, കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പൊ വേഗം ഒന്ന് വായിച്ചു നോക്കി കംപ്ലൈന്റ്സ് ഓഫ് MTP ആക്ട്. ലാസ്റ്റ് പോയിന്റ് ആണോ? ജൂൺ കേട്ടോ. ജൂണിലാണ് 13th ജൂൺ ആണ്. അതവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നതാണ് കേട്ടോ. 13th ജൂൺ 2003 കേട്ടോ. എന്തായാലും ചോദിച്ചു കണ്ടിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇത്രയും ഇങ്ങനെയുള്ള വലിയ സെന്റൻസുകളൊന്നും ചോദിക്കാറില്ല. മെയിനായിട്ട് ഈ പോയിന്റ് എല്ലാ ആക്ടുകളിലും നിങ്ങൾ പ്രധാനമായിട്ടും ഈ ഒരു നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്. അതുപോലെ ഈ MTPയുടെ എക്സ്പാൻഡഡ് ഫോം അറിയാലോ അല്ലേ? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അത് ചോദിക്കാറുണ്ട് കേട്ടോ. അത് ചോദിക്കാറുണ്ട്. പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അത് അടുത്ത ആക്ടിലാണ് വരുന്നത് കേട്ടോ. സിന ഇത് അടുത്ത ആക്ടിലാണ് വരുന്നത്. PNDT ആക്ടിന്റെ ആണ് കേട്ടോ. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഈ ഒരു ആക്ടില് നിർബന്ധമായിട്ടും 8 August 1971 നോക്കണം. 1971 നോക്കണം. അതുപോലെ അതുമായി ബന്ധപ്പെട്ട ആക്ടുമായി ബന്ധപ്പെട്ട പറഞ്ഞ കാര്യങ്ങളും നോക്കണം. ഓരോ ആക്ടിലും അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാം. അത് നോക്കിയിരിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ഭാഗം എടുക്കാം കേട്ടോ.